നമസ്കാരം എല്ലാവർക്കും ബംഗാൾ മല്ലു വ്ളോഗ്സിലേക്ക്. അപ്പൊ ഇതൊരു പുതുപുത്തൻ ചാനലാണ്, ഒരു പുതുപുത്തൻ വ്ളോഗ് കൂടെയാണ്. ഇപ്പൊ ഞാൻ ഈ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് ഡൂവേഴ്സ് ഏരിയ, വെസ്റ്റ് ബംഗാളിൽ സ്റ്റേറ്റിൽ വരുന്ന ഒരു ഏരിയ ആണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇവിടെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് സിലിഗുറി സിറ്റിയിലേക്കാണ്. അതായത് ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ ദൂരെയാണ്. അതിനുള്ളിൽ വരുന്ന വളരെ മനോഹരമായിട്ടുള്ള മലകളും ടീ എസ്റ്റേറ്റുകളും അങ്ങനെ പച്ചപ്പും കാര്യങ്ങളും എല്ലാം നമുക്കിന്ന് കാണാം. വരൂ, നമുക്ക് ഒന്നിച്ച് സഞ്ചരിക്കാം. വഴിക്ക് ഞങ്ങളിങ്ങനെ ഒരു വഴിയുടെ സൈഡിലൊരു വഴിയോടെ കട, ഒരു തട്ടുകട. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഒന്നാം തരം കേരള പൊറോട്ട കിട്ടും. അടിപൊളിയായിട്ട് കേരള സ്റ്റൈലിൽ തന്നെയാണ് പൊറോട്ട ചെയ്തിരിക്കുന്നത്. കഴിച്ചു നോക്കട്ടെ ഇത് എങ്ങനെ ഉണ്ടെന്ന്, അപ്പോൾ എന്നിട്ട് അഭിപ്രായം പറയാം. അടിപൊളിയാണ്. അപ്പോൾ അവരങ്ങനെ ഇവരുടേതായിട്ടുള്ള ചില ചട്നിയും ഒക്കെ തന്നിട്ടുണ്ട്. എങ്കിൽ തന്നെ നമ്മുടെ പൊറോട്ട നല്ല പക്ക സാധനമാണ്, നല്ല അടിപൊളിയാണ്. പക്ക കേരള പൊറോട്ട തന്നെ. അപ്പം നമ്മൾ കേരള മിസ് ചെയ്യുമ്പോഴത്തേക്ക്, കേരള പൊറോട്ട മിസ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് സുഖമായിട്ട് കഴിക്കാനായിട്ട് സാധിക്കും. വണ്ടി അവിടെ സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് സുഖമായിട്ട് അപ്പം നമ്മുടെ കാര്യം നടക്കും. ചുറ്റുപാടും നല്ല ടീ ഗാർഡൻസ് ആണ്. ഹലോ, ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലം ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് സിലിഗുറിക്ക് അടുത്തായിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. ഇതിന് കൊറോണേഷൻ ബ്രിഡ്ജ് എന്ന് പറയും. ഇവിടെ ലോക്കലി അതിന് ബാഗ്പുൾ എന്നും പറയും. അപ്പം അത് വളരെ ബ്യൂട്ടിഫുൾ ഒരു ബ്രിഡ്ജാണിത്, നിങ്ങൾ കാണുന്ന പോലെ. ഇതിൻ്റെ ചുറ്റുപാടും വളരെ മനോഹരമായിട്ടുള്ളൊരു റിവർ നടുക്കൂടി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡിലും മലകളാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ വന്നിട്ടുള്ള ഒരു മോളിലാണ്, ഒരു അടിപൊളി മോളിലാണ് സിലിഗുറിയിൽ. ഇപ്പം സിലിഗുറി സിറ്റിയിലാണ് നമ്മൾ. കുറേ നിങ്ങൾക്ക് കാണാവുന്ന പോലെ സിറ്റി സെൻറ്റർ എന്ന് പറയുന്നൊരു മോളിലാണ്. അത്യാവശ്യം എല്ലാ ബ്രാൻഡ്സും ഉള്ള ഒരു സൂപ്പർ മോൾ തന്നെയാണ്. അടിപൊളി മോളാണ്, നല്ല വലിപ്പമുള്ള മോളാണ്. അപ്പം ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുകയാണ്, ഇന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം ഇവിടെ വരുമ്പം നമ്മൾ എല്ലാ പ്രിക്കോഷൻസും എടുത്ത് അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. മാസ്കും മറ്റ് സാനിറ്റൈസറും ടെമ്പറേച്ചറും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അകത്തോട്ട് വിടുന്നത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. മോളിനകത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മോളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വേണ്ട ബ്രാൻഡുകളെല്ലാം ഉണ്ട്. നല്ല ബഡ്ജറ്റ് ഐറ്റംസ് ഉള്ള കടകളുമുണ്ട്. അല്ലാതെ നമുക്ക് എക്സ്പെൻസീവായിട്ടുള്ള സാധനം വേണമെങ്കിലും അങ്ങനത്തെ സാധനമുണ്ട്. അപ്പം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കാം. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണ് നമ്മൾ, വലിയ എക്സ്പെൻസീവ് ഷോപ്പിംഗ് ഒന്നുമല്ല. അതാണ്ട് നമ്മൾ വാങ്ങിച്ച കോബ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കുറച്ച് ഷർട്ടുകളും തുണിയൊക്കെ എടുക്കണമായിരുന്നു. അപ്പം നല്ല ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ സാധിച്ചു. പ്രൈസൊക്കെ ഒരു 2000 സംതിങ് റേഞ്ചിൽ നമുക്ക് 4 ഷർട്ട് വരെ എടുക്കാം. അതുപോലെ ഓഫറാണ്. അപ്പോൾ ഒരു ഷർട്ടിൻ്റെ വില ഓൾമോസ്റ്റ് 2000 സംതിങ് ആയിരിക്കും. അപ്പോൾ അത് പേ ചെയ്താൽ നമുക്ക് 4 ഷർട്ട് 1+4 ഓഫറാണ്. അപ്പോൾ വളരെ നല്ലൊരു ബഡ്ജറ്റായിട്ട് തന്നെ നമുക്ക് 4 ഷർട്ട് എടുക്കാൻ പറ്റും. അല്ലാതെ ജീൻസ് ആണെങ്കിലും പാൻസ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് അവൈലബിൾ ആണ്. നല്ല ബഡ്ജറ്റിൽ തന്നെ ഇതുപോലെ പല ഓഫറുകളുണ്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിക്കാൻ കയറി. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അധികമൊന്നും നോക്കിയില്ല. ഞങ്ങളൊരു ചിക്കൻ താലി അങ്ങ് വാങ്ങിച്ചു. അപ്പം അത് ഞങ്ങൾ ഓൾമോസ്റ്റ് കഴിച്ചതിൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല രുചിയാണ്. നേപ്പാളി സ്റ്റൈലിലുള്ള ചിക്കൻ താലിയാണ്.
ഇന്നത്തെ യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതൊരു പുതുപുത്തൻ ചാനലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. So thank you for watching this video. See you soon. Signing off, Bengal Mallu.